ധൈര്യസമേതം ആ മേഖലയിലേക്ക് പോയി പെൺകുട്ടികളുടെ പ്രതികരണം എടുക്കാൻ കഴിഞ്ഞത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതിൽ അത് സാധിച്ചിരിക്കുന്നു. അതിൽ വലിയ വെളിപ്പെടുത്തലുകളാണ്. പുറമേക്ക് നമ്മൾ കേട്ടതല്ല, ബജ്രംഗ് ദൾ പ്രവർത്തകർ അവകാശപ്പെട്ടതല്ല യാഥാർത്ഥ്യമെന്ന പെൺകുട്ടികൾ തുറന്നു പറയുകയാണ്. വലിയ ഭീഷണിയാണ്, ബലാത്സംഗം ചെയ്യുമെന്നടക്കമുള്ള ഭീഷണി. നേരത്തെ പറഞ്ഞു കേട്ട, നമ്മൾ കണ്ട ദൃശ്യങ്ങളിലുള്ള ക്രൂരമായി ഭീഷണിപ്പെടുത്തുന്ന ആ ജ്യോതി ശർമ്മ എന്ന സ്ത്രീ, അവരാണ് ഇതിന് എല്ലാം നേതൃത്വം നൽകുന്നത് എന്നല്ലേ അതിൽ പറയുന്നത്. എന്തൊക്കെയാണ് പെൺകുട്ടികൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്? അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോഴും ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഭീഷണി ഈ പെൺകുട്ടികൾക്ക്, യുവതികൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ നക്സൽ ബാധിത മേഖലയിലൊക്കെയായി ഇവരെ ഇപ്പോഴും സംരക്ഷണയിൽ കഴിയുന്നത്. CPIയുടെ സംരക്ഷണയിലാണ് ഉള്ളത്. ഏറ്റവും പ്രധാനമായി ജ്യോതി ശർമ്മയ്ക്കെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളും കുറ്റാരോപണങ്ങളുമാണ് ഉന്നയിക്കുന്നത്. ബജ്രംഗ് ദൾ പ്രവർത്തകർ പ്രശ്നമുണ്ടാക്കി, മർദ്ദിച്ചു, ജ്യോതി ശർമ്മയും സംഘവും ഭീഷണിപ്പെടുത്തി, വാതിലടച്ച് റെയിൽവേ സ്റ്റേഷൻ റൂമിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്നും ആ സമയം ക്രൂരമായി തങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയം റെയിൽവേ പോലീസുമെല്ലാം കൈകെട്ടി നോക്കി നിൽക്കുകയായിരുന്നു എന്നുമാണ് യുവതികൾ വെളിപ്പെടുത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് ഛത്തീസ്ഗഡിലെ ദുർഗിൽ സംഭവിച്ചത് എന്ത് എന്ന് കൃത്യമായി തന്നെ ഒരു മാധ്യമത്തിലൂടെ യുവതികൾ വെളിപ്പെടുത്തുകയാണ്. വാതിലടച്ച് റെയിൽവേ സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിച്ചു. അപ്പോൾ പോലീസുകാർ നോക്കി നിൽക്കുകയായിരുന്നു. റേപ്പ് ചെയ്യും, ബലാത്സംഗം ചെയ്യുമെന്ന് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി എന്നുകൂടി യുവതികൾ റിപ്പോർട്ടർ TVയിലൂടെ പറയുകയാണ്. സത്യം ഒരിക്കലും പറയരുത്, ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ മൊഴിയായി നൽകാവൂ എന്ന് ജ്യോതി ശർമ്മ ഭീഷണിപ്പെടുത്തി. ഇല്ലെങ്കിൽ നിങ്ങൾ ജയിലിലേക്കാണോ പോകേണ്ടത്, തിരികെ വീട്ടിലേക്കാണോ പോകേണ്ടത് എന്നും അവർ ചോദിച്ചു. പോലീസ് നോക്കി നിൽക്കുകയാണ്. ഇതൊക്കെ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. പോലീസുകാരുടെയും ഭീഷണിയുണ്ടായി. ഒപ്പം പ്രസ്താവനകൾ, ഈ തങ്ങൾ നൽകുന്ന മൊഴികൾ തിരുത്തി നൽകണമെന്ന് പോലീസുകാർ തന്നെ നിർബന്ധിക്കുന്ന സാഹചര്യമുണ്ടായി. ജ്യോതി ശർമ്മയെ ജയിലിൽ അടയ്ക്കണമെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് ആദിവാസി യുവതികൾ. ജ്യോതി ശർമ്മയ്ക്കൊപ്പം കണ്ട ചില യുവാക്കൾ, അവരാണോ ഈ ബലാത്സംഗം ചെയ്യുമെന്ന ഭീഷണി മുഴക്കിയത്? മാത്രമല്ല, ഈ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ തങ്ങളിൽ ചിലർ ശ്രമിച്ചപ്പോൾ അതും തടഞ്ഞു എന്ന പെൺകുട്ടികൾ പറയുന്നുണ്ട്. മാത്രമല്ല, ഭീഷണിപ്പെടുത്തുകയാണ്. ഏതെങ്കിലും തരത്തിൽ വിവരം പുറത്തുപോയാൽ പ്രശ്നമാണ് എന്ന രൂപത്തിലുള്ള ഭീഷണിയും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ട അവർ തന്നെ ആയിരിക്കുമോ ഈ ഭീഷണി മുഴക്കിയിട്ടുണ്ടാകുക? കാരണം ഇത് റെയിൽവേ സ്റ്റേഷനിലെ മുറിയിൽ വെച്ചാണല്ലോ ഈ ഭീഷണി. ഉറപ്പായും അങ്ങനെ തന്നെയാണ് സ്മൃതി. അതുതന്നെയാണ് സത്യവും. ജ്യോതി ശർമ്മയ്ക്കൊപ്പം ചില ആളുകൾ അതിനുള്ളിൽ കടക്കുകയും സ്റ്റേഷൻ റൂമിനുള്ളിൽ കടക്കുകയും എങ്ങനെയാണ് ഇവർക്ക് സ്റ്റേഷൻ റൂമിനുള്ളിൽ കടക്കാനുള്ള അധികാരം ലഭിച്ചത് എന്ന് പെൺകുട്ടികൾ ചോദിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി പോയത് കന്യാസ്ത്രീകളുടെ കൂടെ പോയത് മാതാപിതാക്കളുടെ സമ്മതപ്രകാരമാണ്, തങ്ങളുടെ ഇഷ്ടപ്രകാരമാണ്. 18 വയസ്സ് പൂർത്തിയായ 3 യുവതികൾ. അങ്ങനെ ചോദിക്കുമ്പോൾ ആർക്കാണ് പ്രശ്നം എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്. മതപരിവർത്തനം ഉണ്ടായിട്ടില്ല, വർഷങ്ങളായി ക്രൈസ്തവ മതത്തിൽ വിശ്വസിച്ച് ജീവിച്ചു പോരുന്നവരാണ് തങ്ങളുടെ കുടുംബം എന്ന് പറയുന്നു. കന്യാസ്ത്രീകൾക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണ്. ജോലി ചെയ്ത് കുടുംബം പോറ്റാനാണ് തങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ തിരികെ വീണ്ടും നാട്ടിലേക്ക്, ഗ്രാമത്തിലേക്ക് കേസുമായി ബന്ധപ്പെട്ട് തിരികെ വരേണ്ട സാഹചര്യം. സംരക്ഷിക്കാം, ജോലി നൽകാം എന്നൊക്കെയാണ് കന്യാസ്ത്രീകൾ പറഞ്ഞത്. അതിലേക്ക് വരാം.